തല കറങ്ങിയിരിക്കുന്നു. ഞങ്ങൾ ലൊക്കേഷനിലെത്തിയപ്പോൾ ഓട്ടോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് ഒരുമാതിരി ചതിയാണിത്. എന്തോ ശ്രീദേവി നിനക്കൊരു വിഷമമില്ലാത്ത? എനിക്കോ? അല്ല വിഷമമില്ലാത്തതെന്ന് കേൾക്കാറില്ല കേട്ടോ. എനിക്ക് പേടിയായിരുന്നു. പേടിയല്ല, നമ്മൾ ചൂടെടുത്ത് സംഭവം നമുക്ക് ആ വ്യൂ നഷ്ടപ്പെടും. വാഷ്റൂം ഞങ്ങൾ സക്സസ്ഫുള്ളി വന്നു കഴിഞ്ഞു. ജഡായിപ്പാറ ശ്രീദേവി കുടയൊക്കെ ഇട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കേബിൾ കാർ പ്രതീക്ഷയാണ് വന്നത്. 6 ദിവസത്തേക്ക് കേബിൾ കാർ മെയിൻ്റനൻസ് ആണ്. അപ്പോൾ ഉടനെയൊന്നും ആരും വരണ്ട. ഇതോ ഞാൻ ഓടിയുണ്ട്. അതുകൊണ്ട് ഇങ്ങോട്ടൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ വഴി. അസ്തേമുള്ള ആവേശമുണ്ട്. അതെ, സെക്യൂരിറ്റി ചെക്ക് സുരക്ഷ. ഇതപ്പോൾ എന്തോ ഇതിൻ്റെ ഓഫീസുണ്ട് കേട്ടോ. ഞാൻ ഓർത്ത് ഇതിനകത്തൂടെ കയറുന്നു. രസമുണ്ട്. എന്തോ ഒരു കാണും. ഇവിടെ ഫുൾ സെക്യൂരിറ്റി കേട്ടോ. ഇച്ചിരി അങ്ങോട്ട് എന്നിട്ടിടാം. ഇന്ന് സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. ഫാന് എൻ്റെ ബാഗ് ചെക്ക് ഇതിനകത്തോട്ടോ. അപ്പോൾ ഈ വഴി തെറ്റി നടത്തില്ല. എന്തായാലും ഞങ്ങൾ കണ്ട വഴി കയറിയിട്ടുണ്ട്. കുടയായിട്ട് ശ്രീദേവി. പക്ഷേ ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ കേബിൾ കാർ ഇല്ലാത്തതൊരു വലിയ വിഷയമായി പോയി. നമ്മളത് പ്രതീക്ഷിച്ചണോ? ഇത്രയും ചൂടുള്ള സമയത്തായതുകൊണ്ട് ഒരു വിഷമം എന്തായാലും നടക്കണം. അവർ എമർജൻസി ഉണ്ട്. സെക്യൂരിറ്റിയോട് പറഞ്ഞാൽ മതി, എന്തായാലും എനിക്കൊരു എമർജൻസി ഉണ്ട്, തിരിച്ചിറങ്ങാൻ. ഇവിടെ കൊണ്ട് എൻ്റെ യാത്ര നടത്തുകയാണ്. ഇപ്പം തന്നെ ഒരു 100 സ്റ്റെപ്പ് കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി ഈ സ്റ്റെപ്പ് കയറാൻ എനിക്ക് പറ്റില്ല. കേബിൾ കാർ ഞങ്ങളെ ചതിച്ചതാ. പിന്നെ വരുമ്പോൾ കുടയായിട്ട് വരാൻ ശ്രദ്ധിക്കണം. ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ശ്രീദേവി കുടയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കര വെയിലാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വെയിൽ. തണുത്ത് നിന്ന് ഞാൻ എന്നെ കാണിച്ചത് ഒരു തണൽ. ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു 100 സ്റ്റെപ്പ് കയറിയോ? 100 പിന്നെ 100 അന്ന് അത്രയും കയറിയിട്ട് തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പം തന്നെ അണച്ചു. അപ്പം ഞാനും ഇനിയും കോട അടിച്ച് പിടിക്കട്ടെ. നമുക്ക് ഇടയ്ക്കിടെ ഊപ്പ് വീണേനെ. ഞാൻ വീഴാതെ തിരിച്ചു വന്ന് നമുക്ക് ഇനിയും കാണാം. കൂട്ടിക്കും. നമ്മൾ ഇത്രയും കയറിയതോ ഒരു പാറതേ ഇരിക്കുന്നു. ഇടയ്ക്ക് തണലുണ്ട് കേട്ടോ. തണലില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. കട്ട വെയിലൊന്നുമില്ല. എന്തായാലും ഇട്ടുകൊണ്ട് വന്ന മേക്കപ്പൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ഓടില്ല. അഹങ്കാരം ആ കുട്ടിക്ക്. ജിമ്മിൽ പോകുന്നതിൻ്റെ അഹങ്കാരം. അയ്യോ അയ്യോ. ഞാനിപ്പോൾ കൂടെ എടുത്തിട്ട് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഊഞ്ഞാൽ, വള്ളി ഊഞ്ഞാൽ. അതാണ് നമ്മുടെ ചേച്ചി കയറി ആടാൻ ഒരുങ്ങിയിരിക്കുന്നു. ഇതെല്ലാം ഒരു സൈസ് നല്ല രസമുള്ളൊരു പൂവുണ്ട്. ഞാൻ തിരിച്ചു പോകുമ്പോൾ കാണിക്കുക. ഞാനിടാൻ കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ എടുക്കാൻ. ഉണ്ടാം ആ ഊഞ്ഞാൽ ഒടിക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും സംഭവിക്കും. ചുറ്റിനും ആരുമില്ല. ഫോട്ടോ അടുത്ത ഞാൻ പക്ഷെ നമുക്ക് മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ് ഇവിടെ വരുമ്പോൾ. കേബിൾ കാർ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ കുട ഒരു ബാഗ്, നമ്മുടെ സാധനങ്ങൾ ഇടാനുള്ള ബാഗ്. ഓക്കെ. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടാണ്. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ ഈ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ വരാൻ അടിപൊളി സ്പോട്ടാണ്. എന്ത് പറഞ്ഞത് വീഡിയോ എടുക്കാൻ വരാൻ വേണ്ടി കാണിച്ചു തരാം. നമ്മുടെ പുറകെ കുറേ നോർത്ത് ഇന്ത്യക്കാർ വരുന്നുണ്ട്. അവർ വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഓടട്ടെ. ആരുടെ ഒരു കമ്പനി അടിക്കാം. നല്ല രസമുണ്ട് കേട്ടോ.
അതൊരു ഗുഹ പോലെ, ഒരു കേവ്. നല്ല കാറ്റുണ്ട് ഇവിടെ. ഇതാണ് നമ്മൾ ഗുഹയ്ക്കകത്തോട്ടാണ്. ഓ മൈ ഗാഷ്, ഒക്കെ ഉണ്ടോ? ഉണ്ട്. നമ്മുടെ പുറകെ ആളുണ്ടോ? ആ കുടം മടക്കണ്ട ശ്രീദേവി, വെയിൽ വരുന്നുണ്ട്. ഗുഹയ്ക്കകത്ത് വേണം നമ്മൾ വെയിലാണ്. ഒരുത്തി ഓടിക്കിടന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞു. ഈ വീഡിയോ ഓണായി വന്നപ്പോഴത്തേന് അവളാങ്ങിയിരുന്നു. എന്നെ കൊണ്ടാവില്ല ഇങ്ങനെ ഓടാൻ. ഇവിടെ എല്ലാം ഗ്രില്ല കേട്ടോ. ഇതിനകത്തോട് ആരും ചാടിപ്പോയിരിക്കും. ഞാൻ ഇങ്ങനെ പെതിയെ പോകുന്നുള്ളൂ. ശ്രീദേവി ഓടിയിട്ടുണ്ട്. ഓടിപ്പോയിട്ടുണ്ട്. ഓടി വേണ്ട, എനിക്ക് ഓടണം. ഞാൻ പെതിയെ നടന്ന് കയറിക്കോളാം. ഇനിയും 695 മീറ്റർ ഉണ്ടെന്നാണ് എഴുതി കാണിച്ചേക്കുന്നത്. യു ആർ ഹെൽത്തി എന്ന്. ഇവിടെ വരെ വന്നാൽ നമ്മൾ ഹെൽത്തിയാണ് കാണിച്ചേ. ഇതേണ്ടേ, ഇനിയും എനിക്കൊന്ന് 486 സ്റ്റെപ്പ് കയറാനുണ്ട്. 695 മീറ്റർ. യു ആർ ഹെൽത്തി. ഇവിടെ വരെ കയറി നമ്മുടെ ബോഡി ഹെൽത്തിയാണ്. എത്ര പ്രാവശ്യം ഇരുന്നിട്ട് കയറി. ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കുന്നില്ല. കുറേ പേര് കണ്ടിട്ട് ഇറങ്ങി വരുന്നുണ്ട്. കുറേ പേര് പുറകെ ഉണ്ട്. വയ്യാണ്ടായിരിക്കണോ? ഇവിടെ ഇരിക്കാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. സത്യം നമ്മൾ സംസാരിക്കാൻ വയ്യ, അതാണ് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. അണച്ച് ഉള്ള ഊപ്പാട് വരിക. അമ്മയാണോടി? ഓ ആരടി? ഇവിടെ ഇനി ഈ ജീവികളൊക്കെ ഇവിടെ ഉണ്ടെന്ന്. കുറുക്കൻ, പൂച്ചയാണത്, എന്താണോ കണ്ടോ? നല്ല ഇപ്പം സമയം 11:30 സമയം കേട്ടോ. 11:30. വെയിൽ ഉച്ചയ്ക്ക് അടിക്കാൻ തുടങ്ങുന്ന സമയമാണ്. കുറേ അങ്കിൾ സെറ്റ് വരുന്നുണ്ട്. ഒരു ഫോണർ വരുന്നുണ്ട്. അവരോട് എന്തെങ്കിലും സംസാരിച്ച് നോക്കാം. കുറേ വെളിയിലേക്ക് പിടിച്ചു കൊടുക്കാൻ പിന്നെ അവർ പോയി. കാരണം അവരോട് സംസാരിക്കാൻ ഒരു സാഹചര്യം ഒത്തില്ല. അവർ പോയി. എവിടുന്ന് വരുന്നതെന്ന് ചോദിക്കായിരുന്നു. പക്ഷെ അവർ നമ്മളെ മൈൻഡ് ചെയ്ത് അങ്ങ് പോയി. ഇനി നമ്മൾ 397 സ്റ്റെപ്പൂടെ കയറണം. 500 മീറ്ററോടെ. വെള്ളമുണ്ട് ഇവിടെ കുടിക്കാൻ. സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. സാറേ ഹലോ, ഇന്ന് ലീവാ സാറേ? ഇവർക്കൊക്കെ തൂത്തൂടെ ഇവിടെ? സത്യം പറഞ്ഞാൽ നല്ല വെയിലും നല്ല ക്ഷീണവുമുണ്ട്. വെള്ളം ഇടയ്ക്കിടയ്ക്ക് വെള്ളം രക്ഷപ്പെടും. നമുക്കല്ലാതെ പ്ലാസ്റ്റിക് ബോട്ടിൽസുമായിട്ട് ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. വേറെ ഒരു സ്നാക്സ് പോലും കൊണ്ടുവരാൻ പറ്റത്തില്ല. പിന്നെ ഏറ്റവും ടോപ്പ് ചെല്ലുമ്പം കടകളുണ്ട്. അവിടുന്ന് വേണേൽ നമുക്ക് മേടിക്കാം എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പ്ലാസ്റ്റിക് ബോട്ടിൽസ് പോലും ഇവർ കൊണ്ടുവരത്തില്ല. നമ്മുടെ ബാഗ് വരെ ചെക്ക് ചെയ്തിട്ടേ നമ്മളെ ഇങ്ങോട്ട് കയറ്റി വിടത്തുള്ളൂ. കാറ്റ് വീശുന്നുണ്ട്, എനിക്കൊന്നും കിട്ടുന്നില്ല. വെള്ളമുണ്ട്. ഒരുപാട് വെള്ളം കുടിച്ചാൽ നമ്മൾ ടയർഡായി പോകാതെ. ശ്രീദേവി ദാപ്പിട്ടിരിപ്പുണ്ട്. കൂടുതലും ആന്ധ്രാക്കാരാണെന്ന് തോന്നുന്നു. എക്സ്ക്യൂസ് മീ ലേഡി, ഹീസ് നോട്ട് എ മലയാളി. അയ്യോ, ആന്ധ്രാക്കാരും നോർത്ത് ഇന്ത്യക്കാരും ഞങ്ങളെപ്പോലുള്ള മലയാളീസും വേണ്ട. നല്ലൊരു കാറ്റ് വീശുന്നുണ്ട്. കാലൊക്കെ ചൂടെടുത്തിട്ട് പോയ. എക്സ്ക്യൂസ് മീ ബേട്ടാ. ആണ്ടാണ്ട ശ്രീദേവി പോകുന്നുണ്ട്.
കമ്പനിക്കാരെ കിട്ടി കേട്ടോ. അവർ ഫ്രം ബാംഗ്ലൂർ. ഓൾമോസ്റ്റ് എത്താനായെന്ന് തോന്നുന്നു. സംസാരിക്കാൻ വഴി കാണിച്ചിട്ട് అడుగుదాము అంటా ఉంటారు. ఏమైతుందో తెలియదు. ఇక్కడ కూడా రోప్ వెళ్ళచ్చు మా దగ్గర. തല കറങ്ങിയിരിക്കുന്നു. गाड़ी ನಾನು ಅದು ಇಮ್ಯಾಜಿನ್ ಮಾಡ್ಕೊಂಡು ಫೌಂಡೇಶನ್ ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് കയറും? ഞാൻ തല ഇറങ്ങിയിരിക്കുകയാണ്. ശരിക്കും വയ്യാണ്ടായി. എനിക്ക് ലെവലായി വരുന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞു അനക്കാൻ വയ്യാതായി. ചാടി കയറി വരുമായിരിക്കും. അതെടി പെട്ടെന്ന് ഇത്രയും വെയിലും കൂടെ അല്ലേ. സമയം ഇപ്പം 11:49. നല്ല കാറ്റാണ്. ഞാൻ ഇപ്പം വണ്ടിയായി. ഞാൻ അവിടെ നിന്നിരുന്ന് ബെഡിക്ക് നടന്നിരുന്ന മാത്രം ഞാൻ വയ്യാണ്ടാവും. ഒരു പൂരി തന്നെ വെച്ചു. മലയാളീസ് ആരുമില്ല. ഇംഗ്ലീഷ് സംസാരിച്ച് എലൈറ്റ് ചെന്നാലും ഇംഗ്ലീഷ് ഇവിടെ വന്നു ജീവിതം മടുത്ത ഹിന്ദി ഫുൾ സെറ്റപ്പ് ആയിട്ടാ ശ്രീദേവി പറഞ്ഞേക്കുന്നത്. ചീപ്പ് എൻ്റെ ബാഗിലുണ്ട്. ഇച്ചിരി നമുക്ക് വാട്ട്സ് ഇൻ മൈ ബാഗ് നോക്കാം. ഞങ്ങളുടെ ബാഗിൽ എന്തൊക്കെ ഉണ്ടെന്ന്. ഈ പിള്ളേരൊക്കെ ഓടിപ്പോകുന്നു. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് കൊതിയാവുന്നു. ചെയ്യുമോ? ഞാൻ ഓടിയാൻ്റെ ഇവിടെ തല ഇറങ്ങിയിരിക്കുന്നത്. ഹലോ. ഇനി ആരുമില്ല. അവരൊക്കെ ഒന്നും സംസാരിക്കാൻ നിൽക്കുന്നില്ല. എനിക്ക് ഇവരോടൊക്കെ തന്നെ സംസാരിക്കണം. നീ ഇവിടെ ഇരുന്നെങ്കിൽ എന്നോട് സംസാരിക്കുന്നത്. ജലദോഷമായി ഇവിടെ വരെ കയറി വന്നു. വെയിലടിച്ച് കരിഞ്ഞിരിക്കുക. હજી તો હે બાપા એટલું ચડવાનું તો હે ને. મોટું જો കുടിഞ്ഞ് വീണ ജഡായു എന്താ ഓൾമോസ്റ്റ് അങ്ങ് കാണാം. ഹലോ 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 ഹലോ. ആ പുള്ളിക്കാരി അങ്ങോട്ട് പോയപ്പോഴും നോട്ട് എന്താ പറയുക, വെയിൽ കാരണം ഇവർ നിൽക്കുന്നില്ല നമ്മുടെ അടുത്ത് സംസാരിക്കാൻ. ഓൾമോസ്റ്റ് എത്തിയെന്ന് തോന്നുന്നു. ഒരു തലറക്കം കഴിഞ്ഞ് ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത തലറക്കം വരുമ്പോൾ ഇരിക്കാം. ഒരുപാട് ആളുണ്ട്. ഇപ്പം 2 ബാംഗ്ലൂർക്കാർ കിട്ടിയപ്പം ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അറ്റ്ലീസ്റ്റ് ശരിയാണ്. അവർ പറഞ്ഞു അവർക്കൊന്ന് മെൻഷൻ ചെയ്യാമായിരുന്നു. അവർ നമ്മളടുത്ത് കേബിൾ കാർ ഇല്ലെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് കയറി കഴിയുമ്പോഴാണ്
കേബിൾ കാർ ഇല്ല എന്ന് പറയുന്നത്. എന്തായാലും വന്നു കയറാതെ പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവർ പറയുന്നത് അറ്റ്ലീസ്റ്റ് അവർ വെബ്സൈറ്റിലെങ്കിലും അവർ പറയുന്നത് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ് ഇവിടെ. എന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പം അല്ലേ ഇന്നാണ് കയറ്റിയത്. അവർ മെയിൻ്റനൻസിന് കയറ്റിയേക്കുവാണ്. പക്ഷെ അവർ ആ വെബ്സൈറ്റ് ഇടണമായിരുന്നു. കാരണം അവരൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് വന്നവരാ. അതും സാരി ഉടുത്തുകൊണ്ട് ജീൻസ് ഇട്ടിട്ട് കയറാൻ വയ്യ. അപ്പോഴാ സാരി തുണി എടുത്തിട്ട് കയറാൻ വയ്യ. എത്രയായെന്ന് തോന്നുന്നു. ഈ മണ്ടയ്ക്ക് എന്നിട്ട് വീഡിയോ എടുക്കാൻ എനിക്ക് വയ്യ. അടുത്ത സ്റ്റെപ്പ് എന്നെ കൊല്ലാനായിട്ട് ഇനി 143 സ്റ്റെപ്പ്, 135 മീറ്റർ. യു ആർ വെരി വെരി ഹെൽത്തി. ഈ പെണ്ണിന് എന്നാ വയ്യേ? നിനക്ക് വയ്യേ? കുടിച്ചിട്ടാ ചൂടുള്ള വിശേഷങ്ങൾ അല്ല ആഗ്രഹം പറഞ്ഞ. അയ്യോ ഭയങ്കര കാറ്റുണ്ട് കേട്ടോ. നല്ല കാറ്റ്. അതെ വൃത്തികെട്ട കേബിൾ കാർ ഞങ്ങൾ ചതച്ചു താന്മാർ. പക്ഷെ അത് ഭയങ്കര മോശമായി പോയി കാണിച്ച്. കേബിൾ കാർ ഉണ്ടായിരുന്നേ എനിക്കിങ്ങനെ തല ഇറങ്ങേണ്ട വരുമായിരുന്നു. അയ്യോ ഈ സ്റ്റെപ്പ് കാണുമ്പോൾ എനിക്ക് വയ്യ. അപ്പോൾ ഇതോടെ കയറി കഴിഞ്ഞാൽ ഞങ്ങൾ സക്സസ്ഫുള്ളി ജഡായുവിനെ കാണും. നീ പോയി ആളെ വിളിച്ചോണ്ടോ? നീ പോയി വണ്ടി വിളിച്ചോണ്ടോ? ഞാൻ ഇവിടെ നിൽക്കാം. ഇപ്പോൾ ശ്രീദേവിയുടെ അഭ്യാസ പ്രകടനമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഒക്കെ ഓടി കയറിയാ ടയർഡാവത്തില്ലെന്ന്. കയറട്ടെ, ഞാൻ ടയർഡായി പൊക്കോളാം. പോട്ടെ പോട്ടെ അങ്ങോട്ട്. ഇവിടെ ജിമ്മിൽ പോകുന്നതിന് അഹങ്കാരം എടുക്ക്. ജിമ്മിൽ പോകാത്ത എനിക്ക് യാതൊരു അഹങ്കാരമില്ല. ശ്രീദേവി അമ്മ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് വന്നു ഞങ്ങൾ. കാണാമോ? എൻ്റെ കാലിന് ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എത്തി. വെള്ളമായിട്ടൊന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് തോന്നുന്നു. അയ്യോ ഭയങ്കര കാറ്റാണ്. ജഡായുവിൻ്റെ ഒരു ചിറക്. ഈ കുടയില്ലാതെ രക്ഷയില്ല കേട്ടോ. കുറേ നാളത്തെ ആഗ്രഹം സാധിച്ചു. സക്സസ്ഫുള്ളി ഞങ്ങൾ വന്നിരിക്കുകയാണ്. തലയിറങ്ങിയ കായിക ഇങ്ങനെയിട്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരാളവിടെ വീഡിയോ എടുക്കുന്ന അയാളുടെ വീഡിയോക്കകത്ത് കയറാൻ വേണ്ട ഞങ്ങളിങ്ങോട്ട് വന്നു. ഇന്നലെ വെച്ച് ഓണാണേ. मेरी उंगली पकड़ो.
What? Yeah. ഇവിടെ ഇരുന്ന് ക്ഷീണിച്ച് ഞങ്ങളിവിടെ ഇരിക്കുകയാണേ. അപ്പോൾ ദേ ഇവിടെ ഇരിക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ഉണ്ട്. ദേ നമ്മൾ ഈ ഒരു റെസ്റ്റ് ചെയ്യാൻ ഇവിടെ ഒറ്റ ഇതേ ഉള്ളൂ, ബെഞ്ച് പോലെ സെറ്റ് ചെയ്യാനായിട്ടേക്കുന്നത്. ഞങ്ങളുടെ ഫ്രണ്ട്സാണ് അത് പോകുന്നത്, ഇവിടുന്ന് കമ്പനി ആയത്. അപ്പോൾ ഈ ഒരു വ്യൂ പുള്ളിക്കാരനൊക്കെ ഞങ്ങളുടെ തല ഇറങ്ങുന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ദേ ആർ ഫ്രം ബാംഗ്ലൂർ. ഇവർ ടൂർ വന്ന് ഇവരാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ബിക്കോസ് എല്ലാവരും ആ ഒരു കേബിൾ കാർ ഉദ്ദേശിച്ച് വന്നു. ഇവിടെ വന്നപ്പോഴാണ് അവർ പറയുന്നത് അത് മെയിൻ്റനൻസ് ചെയ്യാൻ കയറ്റിയേക്കുവാണെന്ന് 7 ദിവസത്തേക്ക്. നമ്മൾ ഈ ജടായുവിൻ്റെ ചിറകിലൊന്നും ഇരിക്കാൻ സമ്മതിക്കത്തില്ല. എന്നെ ഒന്ന് ഓടിച്ചിരുന്നു. ബിക്കോസ് ഇത് കല്ലുകൊണ്ടല്ല ചെയ്തേക്കുന്നത്, അത് സിമെൻ്റ് ഇട്ട് ചെയ്തേക്കുക. നമ്മളിരുന്ന് ഓടിയാൻ സാധ്യതയുണ്ട്. ശ്രീദേവി കയറെന്ന് പറഞ്ഞ് ഞാൻ കയറിയ ആളെന്നെ ഓടിച്ചു. ചിരിച്ചോ. അപ്പോൾ ഈ ഒരു വ്യൂ അടിപൊളി വ്യൂ ആണ്. നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ കുറ്റമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം പിള്ളേരോടൊക്കെ. അല്ല ശ്രീദേവി, വിശ്രമ വേളകൾ ആനന്ദകരമാക്കാൻ ഞങ്ങൾ പിള്ളേരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല പിന്നെ ഇതൊക്കെയല്ലേ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ്. നല്ല രസമുണ്ട് ആ ടോപ്പ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ അത് എണ്ണീച്ചിരുന്നു. അങ്ങനെ നമ്മൾ ശ്രീദേവിയുടെ കൂട്ടുകാരിയെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ശ്രുതി ഉണ്ടക്കാർ. അയ്യോടാ, അതൊരൊറ്റ വരവ് വരണം. നമ്മൾ പോകുന്നത് ഒരു ബ്യൂട്ടിഫുൾ പ്ലേസിലേക്കാണ്. ശ്രുതി വരുന്നോ നിൻ്റെ ഫ്രണ്ട്സിനെ കണ്ടേ? നമ്മൾക്ക് ഇവിടെ വന്ന് കണ്ടു നോക്കാം. ഇതൊരു തരം അപ്പൂപ്പൻ താടിയാണ്. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നതിൻ്റെ സ്മോൾ സൈസ്. വീഡിയോ ഫോട്ടോ എടുത്തുക്കലാമാ? പോകുന്നത് ക്ലിയറാണ്. ഇവിടെയാണ് ഞാൻ തല കറങ്ങിയിരുന്ന സ്ഥലം. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ഇന്നത്തെ വ്ളോഗ് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും താങ്ക് യു. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. നമ്മൾ തിരിച്ചിറങ്ങാം കേട്ടോ. ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞു. ഫോണിൻ്റെ ഏകദേശം ചാർജൊക്കെ തീരാറായി. സോ ഇനി എവിടെയെങ്കിലും പോകുമ്പോൾ കാണാം. ബൈ ബൈ.